തങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുത്തിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കണ്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ പൊന്നുമകൻ മേഘനാഥനും സോദരനും സർവരും തന്നെ വിട്ട് പോയതല്ലോ കലപുരി തന്നിൽ പശ്ചാത്താപം നിറയണ് രാമന്റെ ശരമുനയാൽ മോക്ഷത്തിനും പടികടക്കാൻ മോഹമുദിച്ചല്ലോ ദശമുഖനോ മോക്ഷത്തിൻ ഒരു പടി കടന്നയ്യ കൊയ്തെടുത്തു ശ്രീരാമൻ രണ്ടാം ശിരസയ്യ ദശമുഖനോ മോക്ഷത്തിൻ ഇരുപടി കടന്നയ്യ ആഞ്ജനേയ സ്വാമി അരികത്ത് രാമരാമേതി ജപിച്ചങ്ങു നിന്നു ലക്ഷ്മണന്റെ ഉള്ളിനകത്തൊരു പുത്തിരി കത്തി വിരിഞ്ഞങ്ങു നിന്നു ശ്രീരാമ പരമരുളു ശ്രീരാമ രാവണന്റെ നെഞ്ചിലിടുത്തിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കണ്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ ദശമുഖനോ മോക്ഷത്തിൻ പലപടി കടന്നയ്യ കൊയ്തെടുത്തു ശ്രീരാമൻ ബാക്കിയുള്ള ശിരസുകള് ദശമുഖനോ മോക്ഷത്തിൻ പതിൽ കടന്നേ അയ്യയ്യ വാനരപ്പടകളിലെങ്ങും രാമജയത്തിൻ അലയൊലിയല്ലോ ലോകരെല്ലാം പാടി സ്തുതിക്കുന്നു രാമ രാമ ജയ ശ്രീരാമ രാമ ശ്രീരാമ പരമരുളു ശ്രീരാമ പൊന്നാങ്ങളെക്കെന്നെ വേണ്ട പോലോ എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങളെക്കെന്നെ വേണ്ട പോലോ അരച്ചട്ടുള്ളേ പത്ത് മുളകന്റെ അരക്കാൻ തന്ന ഞാനതിനഞ്ചു മുളകെ അരച്ചട്ടുള്ളേ പത്തു മുളകന്റെ അരക്കാൻ തന്ന ഞാനഞ്ചു മുളകെ അരച്ചട്ടുള്ളേ പന്നപ്പായല് കിടന്നിട്ടുള്ളേ നല്ല പാഴുന്നു കിടക്കാൻ തന്നാണ്
കോവിലിൽ പൽക്കിണ്ടിയെത്തി വരാം കാവടിയാടി വരാം കോവിലിൽ പൽക്കിണ്ടിയെത്തി വരാം മലയും ചൂരലെത്തി വെൽമുരുക പാലഭിഷേകം ചെയ്യാം മലയും ചൂരലെത്തി വെൽമുരുക പാലഭിഷേകം ചെയ്യാം